ഹലോ ഗായ്സ്, എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മ്യൂറൽ പെയിൻറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ എൻ്റെ ആ ഒരു ആഗ്രഹം കൂടെ ഇവിടെ ഞാൻ പോവുകയാണ് കേട്ടോ. ഇതിനുള്ള മെറ്റീരിയൽസ് ഞാൻ വാങ്ങിയത് രാമനാട്ടുകര PK ത്രെഡ്സ് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് വലിയ ക്യാൻവാസ് ബോർഡാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 130 രൂപയാണ് കേട്ടോ ആയത്. പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റും കുറച്ച് ബ്രഷും വാങ്ങിച്ചു. ബ്രഷൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതേപോലെ പെയിൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മ്യൂറൽ പെയിൻറ്റിന് മെയിനായിട്ട് വേണ്ട കുറച്ച് കളറുകളുണ്ടല്ലോ, ഓറഞ്ച് പിന്നെ ഗ്രീന്, അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ ഒക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിയൊരു ബോക്സോടെ മേടിച്ചു. ഞാനല്ല കേട്ടോ, എനിക്കിതൊക്കെ ചേച്ചി വാങ്ങിച്ചു തന്നതാണേ. പിന്നെയാണെങ്കിൽ ഈ പിക്ചർ ഞാൻ എടുത്തത് പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ് കേട്ടോ. പിക്ചർ ഞാൻ സേവ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്തതാണ്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി ആരെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിക്ചർ എവിടുന്നാ കിട്ടുക അല്ലെങ്കിൽ ബോർഡ് എവിടുന്നാ കിട്ടുക എന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പിക്ചർ സേവ് ചെയ്തതിന് ശേഷം വരച്ചെടുത്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പിക്ചർ കാർബൺ പേപ്പർ വെച്ചിട്ട് ക്യാൻവാസ് ബോർഡിലേക്ക് പകർത്താണ് കേട്ടോ ചെയ്തത്. ഞാനിവിടെ ചെയ്ത് വെക്കുന്നത് ഒരു ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ പിക്ചർ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം പിക്ചർ മാത്രമേ ഉള്ളായിരുന്നു, കളറൊക്കെ ഓരോന്ന് എവിടേക്കാണെന്നൊന്നും ഇല്ല. അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം യെല്ലോ കളർ അടിച്ചെടുത്തു. നല്ല ലൈറ്റായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് പിന്നെ ഈ ബോർഡിൽ ഇങ്ങനെ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോഴും സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴും നമുക്കിങ്ങനെ ചേമ്പിലയിൽ വെള്ളം പാർന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടാവുക. അത് ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ തന്നെയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ. പക്ഷേ ഇത് ചില വീഡിയോസൊക്കെ കണ്ടതിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബോർഡിൽ പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് നമ്മുടെ കളറ്. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ അറിയുന്നവർ ഈ വീഡിയോ കാണാതിരിക്കുന്നത് ആവട്ടെ നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും ഇതിലുണ്ടായിരിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കഴിയുന്ന പോലെ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ കേട്ടോ. എന്നെപ്പോലെ മ്യൂറൽ പെയിൻറ്റ് ഒന്നും അറിയില്ല, പക്ഷേ ഈ പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഞാൻ ചെയ്ത് തീർത്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ കഴിയും. ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷനും വേണ്ട. നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ട് ഇതിലേക്ക് പകർത്തി വരയ്ക്കുകയാണല്ലോ, അപ്പോൾ അതൊന്നും പേടിക്കാനില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഷെയ്ഡിങ് ആണ്. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ യെല്ലോ അടിച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെറിയ ചെറിയ ഡിസൈനിങ് ഉണ്ട് കേട്ടോ. റെഡ് കളറിൽ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തു. നമ്മൾ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക എത്ര ഭംഗിയായിട്ട് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കും ഓരോ വീഡിയോസ്. ഇതുപോലത്തെ എന്നല്ല, എന്തൊരു വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കും കേട്ടോ. കുറേ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ പറ്റിയിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ വീഡിയോസും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് റിസൾട്ട് കിട്ടുമെന്നുള്ളത് 100% ശരിയാണ് കേട്ടോ. പിന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അവസാനം നല്ല റിസൾട്ട് കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ. എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ലൈറ്റായിട്ട് ബ്ലൂ കൊടുത്തപ്പോൾ കണ്ണുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് കളർ ചെയ്യില്ല, ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോൾ ഈ വൈറ്റ് കളറായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ ഒന്നും നമ്മൾ പെയിൻറ്റ് ചെയ്യരുത് കേട്ടോ. ഞാൻ ആ കണ്ണിലൊക്കെ കളർ ചെയ്തു, അതേപോലെ ഒരു ജിംക്കിക്ക് കളർ ചെയ്തു. പിന്നെയാണ് എനിക്ക് ഓർമ്മ ജിംക്കിക്ക് കളർ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ജിംക്കിക്കും ചെയ്തിട്ടോ. ഇനി രണ്ട് കളറായി പോവുമല്ലോ എന്ന് കരുതിയിട്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാ കണ്ടോ, ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഇടയ്ക്ക് വെള്ള കളറുകൾ ഇങ്ങനെ കാണുന്നില്ലേ, അങ്ങനെ കുറച്ച് കോട്ടുകൾ അടിച്ചിട്ട് ആ വൈറ്റ് കളർ കാണാതിരിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാൻ പിന്നെയും പറയുകയാണ്, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ചെയ്യുക. ഷെയ്ഡിങ് ആണ് കേട്ടോ അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഈ ബോർഡ് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി, ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ ബോർഡ് വാങ്ങിയിട്ട്. ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ചേച്ചി വാങ്ങി തന്നതാണ് കേട്ടോ. ഞങ്ങൾ ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഒരു മ്യൂറൽ പെയിൻറ്റ് ചെറുതായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചുമരിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് സ്ഥലം കണ്ടു വെച്ചിട്ട് അവിടേക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് അന്ന് അത് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ വർക്ക് അവിടെ നിന്നുപോയി. പിന്നെ മടിച്ചിട്ട് കുറേ കാലം ചെയ്യാതെ വെച്ചു. ഇപ്പോൾ ഞാൻ വീണ്ടും എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. മടിയെന്ന് വെച്ചാൽ
ഇന്നെപ്പോലെ ഒരു മടിച്ച് വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. അത്രയ്ക്ക് മടിയാണ് കേട്ടോ എനിക്ക്. ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് കുറച്ച് ടൈമേ കിട്ടുള്ളൂ. മോൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യാം, എന്തെങ്കിലും വീഡിയോ ചെയ്യുക, അതൊക്കെ എനിക്ക് മോൾ ഉറങ്ങുന്ന ടൈമിലേ കഴിയുള്ളൂ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ മോൾ ഉറങ്ങുമ്പോൾ ഞാനും കൂടെ കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു കാര്യങ്ങളും നടക്കലില്ല ഇങ്ങനത്തെ കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിക്കൊക്കെ എനിക്ക് രാവിലെ തന്നെ ഇരിക്കണം. രാവിലെ തന്നെ ആകുമ്പോൾ നമുക്കൊരു ഉഷാറാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇരുന്നാൽ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതുപോലത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. പക്ഷേ നമുക്കങ്ങനെ രാവിലെ തന്നെ ഇരിക്കാൻ കഴിയില്ല. വേറെയും കുറേ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോൾ ഉറങ്ങി, അവളെ ഉറക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉറക്കി, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഉച്ചയാകും. അപ്പോൾ ഞാൻ വിചാരിക്കും മോൾ ഉറങ്ങുന്ന ടൈമിലല്ലേ എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ കിടക്കും. അതാണ് ഉണ്ടാവാറ്. അങ്ങനെ പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നാളെ നീളെയായി. ഇപ്പോൾ 6 മാസമായി. എന്തായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിനിറങ്ങി തിരിച്ചിട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓരോ ദിവസം കൊണ്ട് കഴിയില്ല എന്ന്. കാരണം നമ്മൾ ഓരോ പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത കോട്ട് അടിക്കുക. പിന്നെ അതുമല്ല, ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ യെല്ലോ അടിച്ചെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണൻ്റെ കളറ് ബ്ലൂ ആണ് കൊടുക്കുമ്പോൾ നമ്മൾ ആ എന്താണ് ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വെള്ളം കൂട്ടിയിട്ടല്ലേ നമ്മൾ അടിക്കുക. അപ്പോൾ രണ്ടും കൂടെ കലങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കളറും ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത കളറ് അടിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ സൈഡിൽ മാർജിൻ്റെ ആ സൈഡിൽ ഇല്ലേ ആളുകൾ മാസ്കിൻ ടേപ്പ് കൊട്ടിയെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ മാസ്കിൻ ടേപ്പ് ഇല്ലായിരുന്നു. അതുമല്ല ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. ഞാൻ മാർജിൻ വരച്ചിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് പുറത്തേക്കൊക്കെ പരന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല. അത് ഫ്രെയിം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫ്രെയിം ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണൂല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ള ഫാബ്രിക് പെയിൻറ്റ് സൈഡിലൂടെ അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ അങ്ങനെ ഞാൻ താഴെ ഒരു ഡിസൈൻ കൊടുത്തു. താഴെ ഞാൻ ഗ്രീനാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാനുണ്ട്. ഞാൻ ബ്ലാക്ക് കൊണ്ട് മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഔട്ട്ലൈനിലേക്കൊക്കെ ആയിട്ട് അതൊന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നുകൂടെ കളർ ചെയ്ത് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണിൻ്റെ പണി ചെയ്തത് അവസാനമാണ് കേട്ടോ. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാവും. എനിക്ക് മൊത്തമായിട്ട് ടെൻഷൻ തന്നെയായിരുന്നു. ഫസ്റ്റായിട്ട് ചെയ്യല്ലേ, ഇത് റെഡി ആവുമോ. പക്ഷേ ഇത് അവസാനത്തെ ആ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇനി മ്യൂറൽ പെയിൻറ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഇതുപോലെ പരക്കൽ രണ്ടും കൂടെ മിക്സ് ആവലോ, അല്ലെങ്കിൽ നമ്മളെ ബോർഡിൽ പെയിൻറ്റ് പിടിക്കാത്തതൊക്കെ വരുമ്പോൾ ഓർക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇതെന്താ ഇങ്ങനെയെന്ന്. എനിക്കുണ്ടായിരുന്നു കേട്ടോ ആ ടെൻഷൻ ഫസ്റ്റായിട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇതേപോലെ തന്നെയാണെന്ന് അവർക്കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ ചെയ്ത വീഡിയോസ് വേറെ ആരെങ്കിലും ചെയ്ത് നോക്കിയെന്ന് അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനിപ്പോൾ എന്നെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണല്ലോ. ഞാൻ മുമ്പ് ഒരു ക്ലേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മണ്ണിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്ലേ ഉണ്ടാക്കി എടുക്കാമെന്നുള്ള. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കസിനാണ്, അവളത് ഉണ്ടാക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിയെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് ഒരുപാട് പേര് ഉണ്ടാക്കിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണെങ്കിലും പിന്നെ അതേപോലെ ക്ലേ ആണെങ്കിലും എനിക്ക് ഞാനത് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ കമ്മലിന് വെള്ള കുത്തായിരുന്നു കൊടുത്തത്. അതെനിക്കൊരു ഭംഗി തോന്നാഞ്ഞപ്പോൾ ഞാൻ ആ കളർ മാറ്റിയിട്ടുണ്ട്, ഓറഞ്ച് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുറേ ദിവസത്തെ വർക്കുകൾക്ക് ശേഷം നമ്മുടെ ഉണ്ണിക്കണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണ ഉള്ളത്. ഇതാ കണ്ട സുന്ദരക്കുട്ടപ്പനായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബൈ.